വെൽക്കം ടു ഹാപ്പി ഡു. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ട് ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ശരീരത്തിൻ്റെ ക്ഷീണം മാറാനും അതുപോലെ തന്നെ ആരോഗ്യത്തോടെ ഇരിക്കാനും വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പച്ചരിയോ ബസ്മതി അരിയോ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. ബോൺലെസ് ചിക്കൻ 300 ഗ്രാം, 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു മുഴുവൻ തേങ്ങയുടെ പാലാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്. വെളുത്തുള്ളി 5 എണ്ണം, ചെറിയ ഉള്ളി 4 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ഉലുവ 1 ടേബിൾ സ്പൂൺ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു കുക്കറിലേക്ക് അരി ഇടുക. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുക. നമ്മുടെ കഞ്ഞിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഉലുവ, ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇവിടെ നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി വേവിച്ചെടുക്കണം. നമ്മൾ എടുക്കുന്ന അരിയുടെ വേവ് അനുസരിച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ബസ്മതി റൈസ് ആയതുകൊണ്ട് എനിക്കിത് 2 വിസിലിന് വെന്ത് കിട്ടി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അടുത്തതായി ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കഞ്ഞി പ്രിപ്പയർ ചെയ്യാനായി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. അതിനായി നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറിലേക്ക് നമ്മളിപ്പോൾ കുക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചിക്കൻ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പും എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്കിതെല്ലാം നന്നായി വെന്ത് കിട്ടും. ശരിക്കും ഇതുപോലെ കഞ്ഞിയായിട്ടാണ് എടുക്കേണ്ടത്. ഞാൻ കുറച്ചുകൂടി തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി നെയ്യിൽ താളിച്ച് ചേർക്കണം. അങ്ങനെ പ്രത്യേക രുചിയുള്ള ഹെൽത്തിയായ നമ്മുടെ ചിക്കൻ കഞ്ഞി റെഡി. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.